വേദന എങ്ങനെയുണ്ട് കാളി? ഒരു കയ്യേ പോയിട്ടുള്ളൂ. അടുത്തത് എനിക്ക് വേണ്ടി ബാലൻസ് ഉണ്ട്. ആ ബാലൻസ് ഷീറ്റും ഞാൻ എടുക്കും. കൂൾ ഡൗൺ മിസ്റ്റർ കാളിയാർ, കൂൾ ഡൗൺ, റിലാക്സ്. ഞാനിപ്പോ ഡോക്ടർ ഭാമിനിയാണ്. നിന്റെ പുഴുത്തു നാറിയ അവയവങ്ങൾ ഓരോന്നായി കീറി മുറിച്ച് കളയാൻ വന്ന ഡോക്ടർ ഭാമിനി, ഭാമിനി ഭട്ട്. ഭാമിനി, നീ പുലമ്പുന്ന നിന്റെ വാക്കുകൾ സൂക്ഷിച്ചു വേണം പ്രയോഗിക്കേണ്ടത്. കാളിയാർ തോറ്റുവെന്ന നിന്റെ അഹന്ത വെറും താൽക്കാലികമാണ്. ഇപ്പൊ തോറ്റവനാണ് ഞാൻ. അടുത്ത പരീക്ഷയിൽ ഞാൻ ജയിക്കും, ഉറപ്പ്. അടുത്ത പരീക്ഷണങ്ങൾക്കായി നിന്നെ ഞാൻ ഭൂമിയിൽ വച്ചേക്കില്ലെങ്കിലോ? തീർത്തുകളാ. ഞാൻ പരാജിതനായി നിന്റെ മുന്നിൽ കിടക്കല്ലേ. എന്ത് വേണേ ചെയ്യടി. എന്റെ മൗന സമ്മതത്തോടെ. എനിക്ക് മരണമേറ്റുവാങ്ങുന്നതിൽ സന്തോഷമേ ഉള്ളടി. എടാ, അങ്ങനെ നീ വിജയിക്കണ്ടടാ. സൂസൻ, അനിരുദ്ധന്റെ ഒപ്പം നിന്ന് എനിക്കെതിരെ ഇനി നീ പടക്കി വരരുത്. വന്നാൽ പിന്നെ നീ വന്ന് കിടക്കുന്നത് ഈ ഹോസ്പിറ്റലിന്റെ മോർച്ചറിയിലായിരിക്കും. കാശിനു വേണ്ടിയാണ് നീ ഈ ചെയ്യുന്നതൊക്കെയെന്ന് എനിക്കറിയാം. ഇതാ, ഇത് നിനക്കുള്ളതാ. ഓ, പിന്നെ എന്റെ ഡ്യൂട്ടി ടൈം തൽക്കാലം കഴിഞ്ഞു. ഞാൻ പോകട്ടെ ആന്റണി. മൊഴിയെടുക്കാൻ പോലീസ് ഇപ്പൊ വരും. മൊഴി നിനക്ക് ഇഷ്ടമുള്ളതായിക്കോട്ടെ, എനിക്ക് പരിഭവമില്ല. പക്ഷേ നാളെ നീ എന്നെ ഇങ്ങോട്ട് വരുത്തരുത്. വരേണ്ടി വന്നാൽ സൂസൻ, കം. എവിടെയാണ് ന്യായം, എവിടെയാണ് നീതി? സത്യമേവ ജയതേ, ധർമ്മമേവ ജയതേ.
എന്റെ ചോരയുടെ മണം, എന്റെ വലത് കൈക്കുള്ള വില. ഭാമിനി, ഇത് ഞാൻ സൂക്ഷിച്ചു വെക്കും, ഒരു ഓർമ്മയ്ക്കായി. പലിശ കൂടി ചേർത്ത് തിരികെ തരും ഞാൻ. കാളിയാർ അകത്തുണ്ട്. ഇപ്പൊ ബോധം വീണ് സംസാരിക്കുന്നുണ്ടല്ലോ. ഉണ്ട്. ഞങ്ങൾ മുൻപൊരിക്കൽ വന്നിരുന്നു. അന്ന് ആന്റണിക്ക് ബോധം തിരികെ വന്നിട്ടില്ലായിരുന്നു. ഇപ്പൊ ഓക്കെ ആണല്ലോ. ആന്റണിയുടെ മുറിവിൽ നിന്നും ഇപ്പോഴും ബ്ലഡ് വരുന്നുണ്ടല്ലോ. ഡോക്ടർ വന്നില്ലേ? ഡോക്ടർ വന്ന് പരിശോധിച്ചപ്പോ പോയ ചോരയാ. ആ, ഓക്കെ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല. ഓക്കെ. ഇനി പറയൂ, ആരാണ് ഈ കൈവെട്ടിയെടുത്തതെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ അത് ആന്റണി തന്നെ പറയുന്നതാണ് കൂടുതൽ നല്ലത്. കേസിന്റെ നിയമവശവും അതാണ്. കേസിന്റെ വിജയത്തിനായുള്ള ക്ലീൻ മൊഴിയും തെളിവും അതാണ്. പറയൂ, ആരാണ് ഇത് ചെയ്തത്? കാളിയാർ, പറയൂ. നിങ്ങളുടെ കൈ വെട്ടി മാറ്റിയതും നിങ്ങളെ വധിക്കുവാനുള്ള ഉദ്ദേശത്തോടെ പതിയിരുന്ന് ആക്രമിച്ചതും ആരാണ്? ആര് നേതൃത്വം കൊടുക്കുന്ന സംഘമാണ്? അല്ല, ആന്റണിക്ക് എന്താ മൊഴി നൽകാൻ ശാരീരികമായ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. എങ്കിലവരുടെ പേര് പറയൂ. എനിക്കറിയില്ല. ആന്റണി, നീ എന്തായി പറയുന്നത്? നിന്റെ ശത്രുവിനെ തകർക്കാൻ ഇതാണ് അവസരം. ഏത് ശത്രു? അത് എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. അവരെ ഒന്നും സാറിന് തൊടാൻ കഴിയില്ല. അത് നിന്റെ തോന്നൽ മാത്രമാണ്. പ്രതി ആരാണെന്ന് പറഞ്ഞാൽ, ഒരു സൂചന തന്നാൽ 24 മണിക്കൂറിനുള്ളിൽ ഞാൻ അവരെ പൊക്കിയിരിക്കും. പറടാ, ആരാ ചെയ്തത്? ദൈവം. ആന്റണി. വെറും ആന്റണി അല്ല സാറേ, കാളിയാർ ആന്റണി. ആ പേരിലാണ് ഞാൻ അറിയപ്പെടുന്നത്. ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ തെറ്റുകൾക്ക് ദൈവം തന്ന മറുപടിയായിട്ടേ ഞാൻ ഇതിനെ കണക്കാക്കുന്നുള്ളൂ. എനിക്ക് വേറൊന്നും പറയാനില്ല. കാളിയാർ, നീ സാർ, ശരീരത്തിന് നല്ല വേദനയുണ്ട്. എനിക്കൊന്ന് ഉറങ്ങണം. ദയവായി സാറ് പോവും. സർ. എടാ കള്ളക്കാളി, നീ കളം മാറ്റി ചവിട്ടിയല്ലേ? എവിടെയെങ്കിലും ഒന്ന് ചവിട്ടി നിൽക്കണ്ടേ സാറേ? സാറ് പോവും, നമുക്ക് പിന്നീട് കാണാം. ശരി, ഞാൻ പോന്നു. അവളെ കാളിയാർ പേടിക്കുന്നു അല്ലേ? ശരിയല്ലേ? അതോ ഭാമിനി നിന്നെയും വിലക്ക് വാങ്ങിയോ? ആരായി ഭാമിനി? എനിക്കറിയില്ല. അടി! നിന്നെ അവളെയും ഒരേ വിലങ്ങിലിട്ട് ഞാൻ പൂട്ടും, ഓർമ്മിച്ചോ? ഭാമിനി, എനിക്ക് വേണം അവളെ ഒറ്റയ്ക്ക്. അമൽ, എന്താടാ ഇവിടെ? ഇവിടെ ആരെ കാണാനാ നമ്മൾ വന്നത്? ആരും കാണാനൊന്നുമില്ല. നമുക്ക് സ്വസ്ഥമായിട്ട് ഒരു മുറി എടുക്കാം. അമൽ എന്താ ഈ പറയുന്നേ? അതൊന്നും ശരിയാവില്ല. എന്ത് ശരിയാവില്ലാന്ന്? പുറത്ത് നമ്മൾ ഇരിക്കുന്ന പോലെ തന്നെ ആരുടെയും ശല്യമില്ലാതെ ഇത്തിരി നേരം താൻ പാടും. എനിക്കെന്തോ ഒരു പേടി പോലെ. വേണ്ട അമൽ, നമുക്ക് പോവാടാ. ഗായത്രി എന്തിനാ പേടിക്കുന്നത്? നിന്റെ കൂടെ ഞാനില്ലേ? എന്താ, എന്നെ വിശ്വാസമില്ലേ? നിന്നെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ലടാ, എന്നാലും അത് ബോറാടാ. ഒരെന്നാലും ഇല്ല. എന്റെ ചക്കരക്കുട്ടി വാ. ഏയ് അമൽ, ഇറങ്ങി വന്നേ. റൂം റെഡി. വാ.
അമൽ പ്ലീസ്. ദേ, ഞാൻ എൻ്റെ വൈഫാന്നാ പറഞ്ഞിരിക്കുന്നത്. വാ. വാ. താനിങ്ങനെ പേടിക്കാതോ. എന്തൊക്കെയായാലും തന്നെ കെട്ടാൻ പോകുന്ന ആളല്ലേ ഞാൻ. എന്ത് സംഭവിച്ചാലും എൻ്റെ ചക്രക്കുട്ടിയുടെ ഒപ്പം ഞാനില്ലേ. അമലിനെ എനിക്ക് വിശ്വാസമില്ലാത്തോണ്ടല്ല, എനിക്ക് പൂർണ്ണ വിശ്വാസ എൻ്റെ ഈ കുട്ടനെ. കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നൊരു കാക്കാത്തി പറഞ്ഞു എൻ്റെ എല്ലാ ആഗ്രഹവും സാധിക്കുമെന്ന്. പിന്നെ അമലിന്റെ അമേരിക്ക യാത്ര എന്തായി? ഉടൻ ശരിയാവും തോന്നുന്നു. അവിടെ ഇപ്പൊ പ്രശ്നങ്ങളല്ലേ? എനിക്ക് ഉറപ്പാ, അമല് മാത്രമല്ല, നമ്മൾ രണ്ടും അമേരിക്കയ്ക്ക് പോവും. കാക്കാത്തി പറഞ്ഞാണോ? അതെ, എന്റെ അമൽ എന്റെ ജീവനാ. എന്റെ ഭാഗ്യമാ നീ. എന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം നീ സാധിച്ചു തരണം. തീർച്ചയായും. അമലിന് ഗായത്രി എന്നും സ്വന്തം. ഒരിക്കൽ പോലും നമ്മൾ തമ്മിൽ വേർപിരിയാൻ പാടില്ല. എന്ത് സൗന്ദര്യം നിന്റെ വിരലുകൾക്ക്. അമൽ, എന്റെ ഗായത്രി പ്ലീസ്. അയ്യോ അമൽ, ആരോ പുറത്ത്. ഞാനും കേട്ടു. അയ്യോ അമൽ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഞാൻ അപ്പോഴേ പറഞ്ഞതൊന്നും വേണ്ടെന്ന്. നീ വിഷമിക്കാതെ, ആരാ നോക്കാം. വേണ്ട അമൽ, എനിക്ക് നീ പേടിയാ. പേടിക്കാതെ.